ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ ജടായുഗതിയെക്കുറിച്ചാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയ ശസ്ത്രചാപങ്ങളോടു കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാരാ നീ, തൊന്നെങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോടു പോർ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ, കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു ധനനെ കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ, കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നിടുന്നതു കേട്ട നേരം വിത്രസ്തഹൃതനായി പക്ഷിരാജനും ചൊന്നാൻ, വദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ, മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സിദ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായുനൻ, ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരം അറിഞ്ഞു ഞാൻ, പെട്ടെന്നു ചെന്നു തൊടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ, വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ, പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായകൻ നിന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ, തൃക്കൺ പാർക്കണമെന്ന കൃപാനിധേ തൃക്കഴലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ട് തലോടിയിടിനാൻ അവനുടൽ ദുഃഖാശ്രു പ്ലുതനയനത്തോടും ശ്രീരാമചന്ദ്രൻ ചൊല്ലഹോ മമ വല്ലഭവൃത്താന്തം നീ എല്ലാം വന്നതു കേട്ടോ. ചൊല്ലിനാൻ ജടായുവും രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി, മരണ പീഡയാലേ നല്ലത് വരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം മരിപ്പാനവകാശം വന്നതും ഭവൽ കൃപാപാത്രമാകയാലഹം പുരുഷോത്തമാദയാനിതേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാമായ മാനുഷരൂപി, സന്തതമന്തർഭാഗ്യെ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം, ബന്ധവും മറ്റുമുക്തനായ ഞാനിന്നു നൂനം ബന്ധുഭാവേന ദാസനാകിയോരടിയനെ, ബന്ധുക്കു സമതൃക്കരതലം തന്നാൽ ബന്ധുവത്സലാമന്തം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതി അതു കേട്ടുടൻ തലോടിനാൻ, മന്ദം
പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തുരഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രം മിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസീംനി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായ സോദരനോട് ചെന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകായിടാതെ. ലക്ഷ്മണൻ അത് കേട്ടു ചിതയും തീർത്തിയിടിനാൻ തക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു ദഗക്രിയാദിയും ചെയ്തു കാനനെ തത്തമൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ നല്ലൊരു ഗതിയവനുണ്ടാവാൻ വിത്രർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതു കൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശങ്കാരികഥാ പത്മമകൂട പീതാംബരാദ്യങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടും മുയരെ കോപ്പി തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. അടുത്തതായി ജടായു സ്തുതിയെക്കുറിച്ചാണ് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. അഗണ്യഗുണമാദ്യമവ്യയം അപ്രമേയം അഖില ജഗത്സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സതതം രാമം മഹിതകടാക്ഷവീക്ഷപിതാമരശുജം രഹിതാവതി സുഖമന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം ഭുവനകമനീയരൂപമീഡിതം ശതരവിഭാസുരം അഭീഷ്ടപ്രദം ശരണം സുരപാദപമൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം ഭവകാനന ഭവദഹന നാമധേയം ഭവപങ്കജ ഭവമുഖദൈവതം ദേവം ധനുജപതി കോടിസഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാഹരം ഭഗവത്സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരതരണാംഘ്രിപോദകം നിത്യം ഭവനാശയാനിശം പ്രണതോസ്മ്യഹം രാമം ഗിരിശഗിരിസുധാഹൃദയാംബുജാവാസം ഗിരിനായകതരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയതനുജേന്ദ്രസേവിതപാദം സുരഭമണിനിഭം പ്രണതോസ്മ്യഹം രാമം പരതാരാർത്ഥപരിവർജിത മനീഷിണാം പരപൂരുഷ ഗുണഭൂതിസന്തുഷ്ടാത്മാനാം പരലോകൈകഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദരവികസിതവക്ത്രാംബൂരുഹം സ്മൃതിഗോചരമസിതാംബുധകളേപരം സിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം ജലപത്രൗകസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജന സ്തുതം അവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മദശതകോടിസുന്ദരകളേഭരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമഭി അനാധാരം നിർമ്മമം ആത്മാരാമം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും
പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി, അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോഹോ, പരം ഈ സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. അടുത്തതായി പാരായണം ചെയ്യുന്നത് കബന്ധ ശാപമോക്ഷത്തെക്കുറിച്ചാണ്. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണാകയാൽ സന്നധൈര്യേണ വനമാർഗ്ഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷരൂപത്തോടൊരു സ്വത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവൻ രാമചന്ദ്രനും അരുൾ ചെയ്താൻ, വക്ഷസീവദനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം, ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും. പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം, ഭക്ഷസി വക്രങ്കാലും തലയുമില്ലാതാനും. രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രാകാരവും കണ്ടില നിരൂപിച്ച. തൽഭുജ മധ്യസ്ഥന്മാരായിതു കുമാര നാം കൽപ്പിതം ദാതാവിനാലെന്തെന്നാലതൂവരം. രാഘവനേവം പറഞ്ഞിടിരോരന്തര മാകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുല ഭാവമെന്തിനി വിചാരിപ്പാൻ, ഓരോരോ കരം ചെയ്തിക്കണം നാം ഇരുവരും. തൽക്ഷണം ചെയ്തിച്ചിതു ദക്ഷിണ ഭുജം രാമൻ, ലക്ഷ്മണൻ വാമകരം ചെയ്തിച്ചാനതു നേരം. രക്ഷവീരനുമതി വിസ്മയം പൂണ്ടു രാമ ലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ചെയ്തിച്ചിടുവാൻ ശക്തന്മാരായി ഇഭുവനത്തിലരുമുണ്ടായേലിതിൻ കീഴിൽ. അത്ഭുതകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരംഗബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചോദിച്ചുടനുത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരമതി. മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും. പാണികൾ കൊണ്ടു തവ വേഷിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ചെയ്തിച്ചിടിനൻ കരങ്ങളും. ആരുടോ വികൃതരൂപം ധരിച്ചൊരു ഭവാൻ നേരോടെ പറയുന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും, നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിന്തിരുവടി തന്നെ മുന്നിലം മറവ് കാണായി വന്നൊരു നിമിത്തമായി. ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം രൂപ യൗവന ദർപ്പിതനായി സഞ്ചരിച്ചിടങ്കാലം. സുന്ദരി ജന മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരുന ക്രീഡിച്ചു നടക്കുമ്പം. അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകെന്നാൽ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥ പുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കൾ അറുക്കുന്നാൾ. വന്നിടൂ
ശാപവുമല്ലോ ശാപമോക്ഷവും നിനക്കിടോ. തപസ ശാപം കൊണ്ടു രാക്ഷസനായൊരു ഞാൻ തപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനിപ്പാനടുത്തേന ധീരുഷാം ശതകോടിയാൽ തലയറുത്തോ ശതമഖൻ. വജ്രമേറ്റിട്ടും മമ വന്നില്ല മരണമസ്തബ്ജ സംഭവൻ മമ തന്നൊരു വരത്തിനാൽ. വദ്യനല്ലൈക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായ വക്രണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേന്നിത്ര നാളം. ഉത്തമോത്തമാരുഗു നായകാദയാനിധി വന്യം ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ. പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിടുവേം. മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ടു വിധിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും. തത്രൈവംഗബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുത്തിതനായി കാണായി. ദിവ്യ വിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാം. ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കുപ്പി തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി കോൾമയർ കൊണ്ടു ഗഗാദാക്ഷരവാണികളാം കോമള പദങ്ങളാ സ്തുതിച്ചു തുടങ്ങിനാൻ. അടുത്തതായി പാരായണം ചെയ്യുന്നത് കബന്ധസ്തുതിയെക്കുറിച്ചാണ്. നിന്തിരുവടിയുടെ തത്വമീതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്ന് ആനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയും മരുളണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവരൂപം സുവ്യക്ത ഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേകം അന്യ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യം അനാത്മകം ആകയാലജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസ വ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാക്കിയ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമധോ വിരാട് പുരുഷനതിസ്ഥൂലം ഭാവനാ വിഷയമായൊന്നതു യോഗീന്ദ്രാണം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുന മഹത്വത്വാദി ആവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥത്തെ ഗുൽഫ രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഒരു കാണ്ഡങ്ങൾ തവ വിതലം മതലവും ജഘനം മഹീതലം നാഭിതേന ഭസ്ഥലം രഘുനാഥോരസ്ഥലമായതോ സുരലോകം. കണ്ടദേശം തേ മഹാലോകമെന്നറിയണം തുണ്ടമായതു ജ്യോത്സ്നലോകമെന്നതു നൂനം. ശങ്കദേശം തേ തപലോകമങ്ങതിന്മിതേ പങ്കജയോനിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമാ ജഗപ്രഭോ സത്തമാത്രകാമേകാജാലങ്ങൾ കേശങ്ങളും ചക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും മഷികൾ നാസികയും വക്രമായൊരു
തൂമഞ്ഞി നേത്രമാദിത്യൻ തന്നെ ചിത്രമേത്രയം മനസായതും ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷകൾ നിയമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടിസ്തവ പാങ്കമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ തിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നത് പൃഥ്വിധരങ്ങൾ പോലെ അസ്ഥികളാകുന്നത് വൃക്ഷാദ്യൗഷധങ്ങൾ തേരോമങ്ങളാകുന്നതും ദക്ഷനാദേവൻ തന്നെ ഹൃദയമാകുന്നത് വൃഷ്ടിയായതും തവ രഥസെന്നറിയണം പുഷ്ടമാമഹീപദേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലെ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാമുക്തി നിന്തിരുവടിയൊഴിനില്ല കിഞ്ചന വസ്തു സന്തതമീദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നു ഇക്കാലം ഇതിൽ കാലം മുഖ്യമായിരിപ്പു നീതി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം തപസ വേഷം ധര വല്ലഭം ശാന്താകാരം ചാപേഷുകരം ജഡാവൽക്കലാ വിഭൂഷണം കാനനെ വിചിന്വന്തം ജാനകീം സലക്ഷ്മണം മാനവ ശ്രേഷ്ഠം മനോജ്ഞം മനോഭവ സമം മാനസേ വസീപതിനാലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചു കൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിടുന്നു മുഖ്യാർത്ഥമായി തത്രൈവ മുമോക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമിതീകനിന്നുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായ ദറിനു വഴി പോലെ മൂടന്മാഭവ തത്വം എങ്ങനെ അറിയുന്നു മുടിപോകയാൽ മഹാമായ മോഹാന്തകാരെ രാമഭദ്രായ പരമാത്മനെ നമോ നമ രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രീ സേവ്യ പാഹി മാം ദയാനിധി നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജ വിലോചന സന്തതം നമസ്കാരം ഇത്തമാർത്തിച്ചു ഭക്ത്യ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തും സന്തുഷ്ടനായേൻ തവ സ്തുത്യ നിശ്ചല ഭക്ത്യ ഗന്ധർവ ശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനമേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലിടും അത്രയുമല്ല പുനരെന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമിതം ഭക്തനാം നിനകഥ പതനമിനി വര ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവ ശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിടിന മുമ്പിൽ അമ്മാറു കാണാം മതങ്കാശ്രമം തത്ര സംപ്രതി വസിക്കുന്നു ശബരി തപസ്വിനി ത്വൽപദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭഗവാനെയും ധ്യാനിച്ചു വിമുക്തയ അവളെ ചെന്നു കണ്ട വൃത്താന്തം ചൊല്ലും അവൾ അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. അടുത്തതായി ഇവിടെ പാരായണം ചെയ്യുന്നത് ശബരി ആശ്രമ പ്രവേശത്തെക്കുറിച്ചാണ്. ഗന്ധർവനെ വഞ്ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാവനത്തോടെ മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരാശ്രമകമ്പുക സംഭ്രമത്തോടും പ്രത്യുതായതാപസി ഭക്യ സമ്പതിച്ചിതു പദാംബുരുഹായുഗത്തിങ്ക സന്തോഷപൂർണാസു നേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു പാഥ്യാർക്യാസനാദികളാലെ പൂജിച്ചു തൽപാദ
തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിന് പൂജയും പരിഗ്രഹിച്ചനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാ രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹം ഇന്ന് പുണ്യധീരകൾ എന്നുടെ ഗുരുഭൂതന്മാരായ മുനീജനം നിന്നെയും പൂജിച്ചനേകായിരത്തണ്ടുവാണ് അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതോ പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോടു ചൊന്നാരവരേതുമേ ഗതി അതേ ധന്യ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതോ രാക്ഷസവതാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടുമിവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നുനം വന്നിതവണ്ണം ഗുരു ഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചുനം ശ്രീപാദം കണ്ടു കൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാൻ തപസന്മാർക്കു പോലും യോഗം വന്നില്ലായല്ലോ ജ്ഞാനമില്ലാതാഹീന ജാതിയിലുള്ള മുടനിയാനിധീനൊട്ടും അധികാരിണിയല്ലയല്ലോ വാഗ്മനോ വിഷയമല്ലാതൊരു ഭവരൂപം കൺമനും അവകാശം വന്നതു മഹാഭാഗ്യം തൃക്കഴലിണ കുപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിലറിയ പോകാതെയാനിതേ രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ പുരുഷ സ്ത്രീജാതി നാമാശ്രമാദികളെല്ലാം കാരണം മമ ഭജനത്തിനു ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമിതം മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാതീതബോധാന വേദാധ്യയന ക്ഷേത്രഭാവസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നു കൊണ്ടൊരു നാളം ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവാനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാഭം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മദ്വജോ വാക്യാതൃത്വം മൽക്കലാജാതാചാര്യോ വാസനം അഞ്ചാമതം പുണ്യശീലത്വം യമ നിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമത് മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗളശീലേ കേട്ടു ധരിച്ചു കൊള്ളണം സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകുകയും സർവദാ മൽഭക്തന്മാരെ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാനാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മതത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാതിസാധനം നുനം ഉക്തമായിതു ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ച യോനിജങ്ങൾക്കെന്നാകിലും മുടന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ട തത്വാനുഭവ സിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമ തബോധനെ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാടി ഭഗവത് പ്രിയേ മുനി പ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കു തബോധനെ ജാനകി മാർഗമറിനിടിൽ നീ പറയണം കേനവാനി ദാസിത മൽപ്രിയ മനോഹരി രാഘവ വാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുമാറാതരാലുര ചെയ്ത സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടാലർ മകളിന മുമ്പിലാമാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പ
അവയാം സരസിനെ കാണാം തൽപുരോഭാഗ്യം പശ്യപർവ്വതപരാം ഋഷ്യമൂകാക്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജം ബാലിയെ പിടിച്ചു സങ്കേതമായ നൂദിനം ബാലിക്കു മുനി ശാപം പേടിച്ചു ചെന്നു കൊടാ പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്ന ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടുമെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ തീർക്കണം മായാകൃത ബന്ധനം ദയാനിധി ഭക്തി പൂണ്ടിത്ത മുക്ത ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം ഭക്തവത്സലം പ്രസാദിക്കലിന്നവർക്കെന്നിൽ എത്തിടം മുക്തി നിജ ജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രം പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപദാംബോജം സേവിച്ചു കൊള്ളുക നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടം രാമരാമിതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേഷണി ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമ ഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയ ശ്രീരാമങ്ങൾ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാജയിച്ചരുളെന്നിരുന്നരുളിനാൾ. ഈ അധ്യായത്തോടുകൂടി അധ്യാത്മരാമായണത്തിലെ ഉമാമഹേശ്വര സംവാദത്തിലുള്ള ആരണ്യകാന്ഡം സമാപ്തമാവുകയാണ്. അടുത്ത ദിവസം ഇനി കിഷ്കിന്ധകാന്ഡം തുടരുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.